ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെ ഓർമ്മിച്ചു തുടങ്ങുന്ന മാസമാണ്. നമ്മുടെ ഉള്ളിലുണ്ട് രാമൻ, നമ്മുടെ ഉള്ളിലുണ്ട് സീത, നമ്മുടെ ഉള്ളിലുണ്ട് ലക്ഷ്മണൻ, നമ്മുടെ ഉള്ളിലുണ്ട് ഊർമിള. ചില സാഹചര്യങ്ങളിൽ പലപ്പോഴും ദശരഥനും കൈകേയിയും സുമിത്രയും ഒക്കെയായി മാറുന്നത് നമ്മൾ തന്നെയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യവും അതുതന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ മനോഹരമായ പ്രഭാതം ആരംഭിക്കുന്നത് രാമായണത്തെ ഓർമ്മിച്ചുകൊണ്ടാണ്. രാമായണ മാസാചരണം എന്നാണല്ലോ നമ്മൾ കർക്കിടകത്തെക്കുറിച്ച് പറയുക. കർക്കിടകം പഞ്ഞമാസമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദിവസം നമ്മൾ ഓർമ്മിക്കേണ്ട ചില വാക്കുകളും ചില ശ്ലോകങ്ങളുമുണ്ട് എന്നതാണ്. ഏതാണ് രാമായണത്തിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം, ഇഷ്ടപ്പെട്ട ശ്ലോകം? ഇതൊരു കഥയാണ് കേട്ടോ. വിക്രമാദിത്യൻ്റെ സദസ്സിൽ ഒരു വലിയ ചർച്ച നടക്കുന്നു. ആ ചർച്ചയിൽ പണ്ഡിതന്മാരെല്ലാവരും പരസ്പരം ചോദിക്കുന്നു. രാജാവ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ്? പണ്ഡിതന്മാർ ആസ്ഥാന കവിയെ വരരുചിയെ നോക്കി. വരരുചിക്കും വലിയ പിടിയില്ല. വരരുചിയോട് രാജാവ് ഉത്തരവിട്ടു, 41 ദിവസത്തിനകം രാമായണത്തിലെ ഏറ്റവും മനോഹരമായ ശ്ലോകം ഇവിടെ അവതരിപ്പിക്കണം. വരരുചി രാജാവിൻ്റെ നിർദ്ദേശം ശിരസാവഹിച്ച് ഇറങ്ങിത്തിരിച്ചു. പല പണ്ഡിത സദസ്സുകളിലും അലഞ്ഞു, അവരോടൊക്കെ ചോദിച്ചു. പക്ഷേ എല്ലാ പണ്ഡിതന്മാരും കൈമലർത്തി, അവർക്കാർക്കും അറിയില്ല. ഒടുവിൽ 40 ദിവസങ്ങൾ പിന്നിട്ടു. ക്ഷീണിതനായ വരരുചി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നു. മരത്തിൻ്റെ മുകളിലെ ചില്ലയിൽ 2 കിളികളിരുന്ന് പറയുന്നത് അദ്ദേഹം അടക്കം കേട്ടു. താഴെ കിടന്നുറങ്ങുന്നത് ആരാണ്? ഒരു കിളി ചോദിച്ചു. തൊട്ടപ്പുറത്തിരുന്ന ചില്ലയിലെ കിളി പറഞ്ഞു, അത് രാമായണത്തിലെ ഏറ്റവും മനോഹരമായ രാമം ദശരഥം വിദ്ധി എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകമെന്നറിയാത്ത ഒരു പാവം ബ്രാഹ്മണനാണ് കിടന്നുറങ്ങുന്നത്. എന്നിട്ട് ഒരു വരി കൂടി അതിൻ്റെ കൂടെ ചേർത്തു, അദ്ദേഹത്തിൻ്റെ ഭാവിയിലെ ഭാര്യ ഒരു പറയ കുടുംബത്തിൽ ജനിച്ച സ്ത്രീയായിരിക്കും. ഇത് കേട്ട് വരരുചി ഞെട്ടി. വരരുചി 41-ാം ദിവസം വിക്രമാദിത്യൻ്റെ സദസ്സിൽ പോയി ഏറ്റവും മനോഹരമായ ശ്ലോകം ഇതാണ് എന്ന് പറഞ്ഞ പണ്ഡിത സദസ്സിൽ അവതരിപ്പിക്കുന്നു. ആ ശ്ലോകം ഇതാണ്: രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ഇതാണ് സുമിത്ര അയോധ്യയിൽ നിന്ന് അടവിയിലേക്ക്, കാട്ടിലേക്ക് പോകാൻ രാമനോടൊപ്പം തയ്യാറെടുക്കുമ്പോൾ ലക്ഷ്മണന് ഉപദേശിക്കുന്ന വാക്കുകളാണ്. നീ ദശരഥനെന്ന് കരുതണം രാമനെ. ഈ കാട് അയോധ്യയാണെന്ന് കരുതണം. നിന്റെ ഒപ്പമുള്ള നിന്റെ ജ്യേഷ്ഠ ഭാര്യ സീത ഞാനാണെന്ന് കരുതണം. ഇതാണ് സുമിത്ര ലക്ഷ്മണന് കൊടുത്ത ആ ഉപദേശം. അങ്ങനെയാണ് ലക്ഷ്മണൻ രാമനോടൊപ്പം യാത്ര തുടങ്ങുന്നത്. ഇത് വാൽമീകി രാമായണത്തിലെത്തിയപ്പോൾ രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം, എന്നെ ജനകാത്മജയെന്ന് ഉറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിയിടാം അടവിയെ, മായാവിഹീനം ഈ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരിക. ഇതാണ് ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു ഉപദേശം ലക്ഷ്മണന് കിട്ടിയിട്ടുണ്ടാവില്ല. നീ പോകുന്ന അടവി അയോധ്യയാവണം. നിന്റെ മുന്നിൽ നിൽക്കുന്ന ജ്യേഷ്ഠൻ ദശരഥനെന്ന് കരുതണം. നിന്റെ മുന്നിൽ നിൽക്കുന്ന ജ്യേഷ്ഠ ഭാര്യ സീത ഞാനെന്ന് കരുതണം. ഇത് ആണ് ഏറ്റവും മനോഹരമായൊരു ഉപദേശം. ഇതാണ് വരരുചിയുടെ മറുപടി. ഇനി ബാക്കിയൊരു ഭാഗമുണ്ട്. രണ്ടാമത്തെ പക്ഷി പറഞ്ഞ ഭാഗമുണ്ടല്ലോ, അത് ഞാൻ വഴിയെ പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്ന് 2024 ജൂലൈ മാസം 16 കൊല്ലവർഷം 1199 കർക്കിടകം 1. കർക്കിടകം പിറന്നിരിക്കുന്നു. തുഞ്ചന്റെ പൈങ്കിളി പാടിയ രാമകഥാശീലുകൾ ഇനി പുലരികളിലും സന്ധികളിലും മുഴങ്ങിക്കേൾക്കും. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ളവരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മസംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് രാമായണം നൽകുന്നത്. രാമായണം ഇരുട്ട് അങ്ങ് മായണം. ഭക്തി, യുക്തി, വിഭക്തി എന്നിവയുടെ സംക്ഷിപ്ത രൂപമായ രാമായണം ഇതിഹാസം എന്ന നിലയിലാണ് മഹത്തരമായിരിക്കുന്നത്. ജീവിതത്തിന് വ്യക്തവും കൃത്യവുമായ ദിശാബോധം നൽകുന്നതാണ് രാമായണം ഉൾപ്പെടെയുള്ള എല്ലാ ഇതിഹാസങ്ങളും ഗ്രന്ഥങ്ങളും. പാട്ടാണ്, കഥയാണ്. ആ കഥയും ഇതിഹാസവുമെല്ലാം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗവുമാണ്. രാമകഥാശീലികൾ നിറയട്ടെ.